തിരികെ വാർത്തകളിലേക്ക്. CPIയുടെ 100ാം വാർഷികാഘോഷത്തിന് ക്ഷണിക്കാത്തതിൽ അതൃപ്തി പരസ്യമാക്കി കാനം രാജേന്ദ്രന്റെ മകൻ. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ മരിച്ച നേതാക്കളുടെ കുടുംബാംഗങ്ങളെ ആദരിച്ചെങ്കിലും വിളിച്ചില്ലെന്ന് കാനത്തിന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. സന്ദീപിന്റെ അതൃപ്തി പുറത്തായതോടെ ബിനോയ് വിശ്വം ഫോണിൽ വിളിച്ച് മാപ്പ് ചോദിക്കുകയായിരുന്നു. 100ാം വാർഷിക ആഘോഷ വേളയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിവിധ ഘടകങ്ങളിൽ നയിച്ച നേതാക്കന്മാരെ ഓർത്തുകൊണ്ട് ആ കുടുംബങ്ങളെ ഓർക്കുന്ന ഒരു ചടങ്ങുകൾ കൂടി സംഘടിപ്പിക്കുകയാണ്. എസിന്റെ ഭാര്യയും കാനത്തിന്റെ ഭാര്യയും ഉണ്ടെങ്കിൽ രണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണ്. അതുകൊണ്ട് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ പറഞ്ഞത് പച്ചക്കള്ളമെന്നാണ് CPIയുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ മകൻ സന്ദീപ് രാജേന്ദ്രൻ വ്യക്തമാക്കുന്നത്. അസൗകര്യമുണ്ട് എന്ന് മന്ത്രി GR അനിലേട്ടൻ പറയുന്നതായിട്ടെ അസൗകര്യം നമ്മൾ അറിയിച്ചു എന്ന് പറഞ്ഞ് നമ്മളോടൊരു അങ്ങനെ ഒരു കാര്യമോ അങ്ങനെ ഒരു പരിപാടിയോ ഉള്ള കാര്യമോ എന്നെയോ അമ്മയോ ഒന്നും ആരും അറിയിച്ചിട്ടില്ല. പിന്നെ അതിന്റെ നമ്മൾ അസൗകര്യം പറഞ്ഞു എന്ന് അങ്ങനെ ഒരു പോസ്റ്റ് കണ്ടു. എന്നാണേലും കുഴപ്പമില്ല, നിങ്ങളൊക്കെ തന്നെ ഇത് മറക്കണം എന്ന് ഞാൻ പറയുകയും ചെയ്തു. വെളിയം ഭാർഗവന്റെ അടക്കം മുൻ സെക്രട്ടറിമാരുടെ കുടുംബാംഗങ്ങളെയെല്ലാം ആദരിച്ചപ്പോൾ LDF സർക്കാരിന് 2ാം ഭരണം ഉണ്ടാക്കുന്നതിൽ പങ്കുവഹിച്ച കാനത്തെ പാർട്ടി മറന്നു. അതും കാനത്തിന്റെ കഷ്ടപ്പാടിൽ പണിതുയർത്തിയ പുതിയ പാർട്ടി ഓഫീസിൽ ദേശീയ നേതൃയോഗം നടക്കുന്ന പശ്ചാത്തലത്തിൽ. അപ്പൊ രാവിലെ ബിനോയ് വിളിച്ചിട്ട് പറഞ്ഞു 10 കത്തുണ്ടായിരുന്നു, ഞാൻ ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അതപ്പോ അവര് DC-കാരായിരുന്നു വിളിക്കണ്ടേ, അവര് വിളിച്ചു എന്നാണ് ഞാൻ കരുതിയിരുന്നത്. പുള്ളി DC-കാരുടെ പറഞ്ഞു. DC-കാര് കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് അങ്ങനല്ല, സെക്രട്ടറിമാരുടെ ഒക്കെ ഉള്ളത് സംസ്ഥാന സെക്രട്ടറി നേരിട്ടാ വിളിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വിളിക്കാഞ്ഞതെന്ന് പറയുന്നത്. ബിനോയ് വിശ്വവും മറ്റ് നേതാക്കളും ഫോണിൽ വിളിച്ച് ഖേദപ്രകടനം നടത്തിയെങ്കിലും പാർട്ടിയിൽ ഒരു വിഭാഗം ഇപ്പോഴും കടുത്ത പ്രതിഷേധത്തിലാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലാണ് സന്ദീപ് രാജേന്ദ്രൻ ആദ്യം ദുഃഖം പരസ്യമാക്കിയത്. ബിനോയ് വിശ്വം പരസ്യപ്രതികരണത്തിന് ഇതുവരെയും തയ്യാറായിട്ടില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.